ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു AYSHU'S.com. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്സ്. എഗ് ഫിംഗേഴ്സ് എന്നാണ് ഇതിന്റെ പേര്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പൊ 4 മുട്ടയും പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തെടുക്കാം. ഇനി നമ്മൾ സവാളയാണ് ചേർക്കുന്നത്. ഇത് 1 സവാളയാണ്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്. ചെറുതായിട്ട് തന്നെ അരിയണം. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിയില കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ എല്ലാം മുട്ടയൊക്കെ നല്ല പോലെ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. നല്ല പതക്കണ വരെ ഒന്ന് മിക്സ് ആക്കരുത്. ഇപ്പം അത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീൽ ബൗളിലേക്ക് മാറ്റാം. സ്റ്റീൽ ബൗളിലേക്ക് തന്നെ മാറ്റുന്നത് ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കണം. ഇത് ആദ്യം ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് തിളച്ചിട്ടാണ് നമ്മളിത് വെച്ചെടുക്കുക. ഇതുപോലെ വെച്ചെടുക്കുക. വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. ഇനി നമുക്ക് 2 പാത്രം ഒന്ന് അടച്ചു വെക്കാം. നമ്മളെ ബാറ്ററിൻ്റെ പാത്രവും അതിൻ്റെ മുകളിലെ പാത്രവും ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് ഫിംഗർ മുക്കി പൊരിക്കാൻ തയ്യാറാക്കാനാണ്. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടെടുക്കുക. ഇനി അടുത്തതായിട്ടൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തെടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് എഗ് ഫിംഗർ മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്ററാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മളെ എഗ് ഫിംഗർ മുക്കി പൊരിക്കാനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിന്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വെച്ചത് കുക്കായിണോ എന്ന് നോക്കാം. പാത്രം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് നോക്കാം. ഇതാക്കട്ടെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്നൊന്ന് അടർത്തിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു കത്തി വെച്ചിട്ടാണ് അടർത്തുന്നത്. എന്നിട്ട് ഇനി ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്യുന്നത്. അവനവന് ഇഷ്ടമുള്ളത്ര വലുപ്പത്തിൽ ചെറുപ്പത്തിലൊക്കെ ഒന്ന് ആക്കാം. അപ്പോൾ ഇത് എല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് എഗ് മിക്സിൽ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും നന്നായി എത്തുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് എഗ് ഫിംഗർ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഇനി എല്ലാ എഗ് ഫിംഗേഴ്സും നമുക്ക് ഇതുപോലെ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കോട്ടിങ് ചെയ്ത് എല്ലാ എഗ് ഫിംഗേഴ്സും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഞാൻ ഇവിടെ ഒരു കടായി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലാക്കി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് അധികം കുക്ക് ആവാനൊന്നുമില്ല. മുകളിലുള്ള ആ ഒരു കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ എടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എഗ് ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണിത്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇത് ഒരു വട്ടം കഴിച്ചാൽ തന്നെ ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.